إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 48-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു തആല ലാ യഗ്ഫിറു അവൻ പൊറുക്കുകയില്ല, അവൻ ഒരിക്കലും അവർക്ക് ഒരാൾക്കും തന്നെ പുറത്തു കൊടുക്കില്ല. അൻ യുശ്റക ബിഹി അവനെ കൊണ്ട് പങ്കു ചേർക്കുന്നത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് എന്ന അവൻ പാപം അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ അശ്റാബൻ സഭയിലാണ്. ഐഹികമായ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പശ്ചാത്താപിച്ച് മടങ്ങുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിർക്ക് പുറത്തു കൊടുക്കും. അതേസമയം ഒരു മുശ്രിക്കായിക്കൊണ്ട് അവിശ്വാസിയായിക്കൊണ്ട് മരണപ്പെടുന്നവർക്ക് ഒരിക്കലും മഹ്ശറിൽ വെച്ചുകൊണ്ട് മറ്റിതര ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും ശിർക്ക് പുറത്തു കൊടുക്കില്ല. അങ്ങനെ അവൻ ശാശ്വതമായ നരകവാസിയായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ് പറഞ്ഞത്. അവനെ കൊണ്ട് പങ്കു ചേർക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. അവൻ പുറത്തു കൊടുക്കുന്നതാണ് മാദൂന ദാലിക, അതല്ലാത്ത പാപങ്ങളൊക്കെയും അവൻ പുറത്തു കൊടുക്കും. ആർക്കാണ്? ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലരുണ്ട്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ശിർക്കല്ലാത്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നോക്കൂ, ഈ ബഹുദൈവ വിശ്വാസം, അതായത് ശിർക്കിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. അത്രയും അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. എല്ലാ ദോഷങ്ങളും അവൻ ഉദ്ദേശിച്ചാൽ പുറത്തു കിട്ടിയേക്കാം മഹ്ശറിൽ വെച്ചുകൊണ്ട്. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് സാധ്യമാകും. അതേസമയം ഈ ശിർക്ക് എന്ന മഹാപാപം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ ഇളവ് ചെയ്യില്ല എന്ന് ഖണ്ഡിതമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആറ് അല്ലാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കുന്നുവോ ഫഖദിത്തറ അവൻ കെട്ടിച്ചമച്ചിരിക്കുകയാണ്. ഇസ്മൻ അലീമ വമ്പിച്ചതായ ഒരു കുറ്റം, വലിയൊരു കുറ്റം അവൻ കെട്ടിച്ചമച്ചിരിക്കുകയാണ്. കാരണം അതിനൊരടിസ്ഥാനവുമില്ല, ബൗദ്ധ വിശ്വാസത്തിനോട് അടിസ്ഥാനവുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ആ കലിമത്താണ് ഏറ്റവും ഉന്നതമായത്. അതാണ് നമുക്കൊക്കെയും അങ്ങേയറ്റം പ്രിയങ്കരമാകേണ്ടതും ആ കലിമത്തു തന്നെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.